പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് കുറേ കാലമായിട്ട് പറയണം എന്ന് കരുതി വെച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച്. നമ്മൾ പ്രവാസികൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് നമ്മുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത്. നല്ലൊരു ഇൻഷുറൻസ് എടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുമ്പോൾ നല്ലൊരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലൊക്കെ പോകാനോ നമ്മളിൽ പല ആളുകളും മടിക്കുകയാണ്. പലരും പറയുന്നത് ചിലവിൻ്റെ വിഷയമാണ്. അതൊക്കെ ശരിയാണ്. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. ഞാൻ ദുബായിലുള്ള സമയത്ത് ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ വരും. അപ്പോൾ ഞങ്ങളൊക്കെ ഇയാളോട് പറയലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക, അല്ലെങ്കിൽ ഒരു നാട്ടിലൊന്ന് പോയിട്ട് വരി എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇയാൾ കേൾക്കാറില്ല. ഇയാൾ ആ സമയത്തൊക്കെ ചെയ്യൽ, നമ്മളിവിടെ ലോക്കലായിട്ട് കിട്ടുന്ന മരുന്നുകളുണ്ടല്ലോ, ഇപ്പോൾ നാട്ടിലെ പാരസിറ്റമോളൊക്കെ പോലത്തെ ഇവിടെ കിട്ടുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കുക ചെയ്യുക, അല്ലെങ്കിൽ വേദന സംഹാരികൾ വാങ്ങി കഴിക്കും. അപ്പോൾ ഇയാൾ അത്ര വലിയ സാമ്പത്തിക പ്രയാസമുള്ള ആളൊന്നുമല്ല. പോകാൻ വേണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് പോയി വരാനൊക്കെ പറ്റിയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് നിരന്തരം ഇയാൾക്ക് ഈ വേദന ആവർത്തിക്കുകയും നിരന്തരം ഈ താൽക്കാലിക ആശ്വാസത്തിനുള്ള മരുന്നുകൾ കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സമയത്ത് ഇയാൾക്ക് രക്തം പോകൽ തുടങ്ങി. അതായത് ബാത്റൂമിൽ പോയാൽ രക്തം പോകൽ തുടങ്ങിയപ്പോഴാണ് ഇത് കുറച്ച് അപകടകരമാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയി ഇയാൾ ട്രീറ്റ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അത് അദ്ദേഹത്തിന് രണ്ടാമത്തെ സ്റ്റേജോ മൂന്നാമത്തെ സ്റ്റേജോ, ഒരു അസുഖത്തിന് പല സ്റ്റേജുകളുണ്ടാകുമല്ലോ, രണ്ടാമത്തെ സ്റ്റേജിലോ മൂന്നാമത്തെ സ്റ്റേജിലോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഈ രക്തം പോകുന്ന അടയാളം കാണിച്ചിട്ടുണ്ടാകും. ഇനി മറ്റൊരു അനുഭവം പറയാം. ഒരാൾ എന്നെ പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെ സംസാരിക്കുക. അയാൾ അന്ന് എന്നോട് ഒരു സമയത്ത് പറഞ്ഞു, എനിക്ക് 2200 ദിർഹംസാണ് ശമ്പളം. അപ്പോൾ സന്തോഷം. ഞാൻ പറഞ്ഞു സന്തോഷം. ഇതിൽ 2000 ദിർഹംസും ഞാൻ നാട്ടിലേക്ക് അയക്കും. വെറും 200 ദിർഹംസാണ് ഞാൻ എൻ്റെ ചെലവിന് വെക്കാറുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ 200 ദിർഹംസ് കൊണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും? ഓ, കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ ഇയാളൊരു പ്രയാസം പറയാണ്, ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് മക്കളെ കെട്ടിച്ചയക്കാനും മക്കളെ കെട്ടിച്ചതിൽ കുറച്ച് സ്വർണ്ണങ്ങൾ കൊടുക്കാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അയാളെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കെട്ടിച്ചയച്ച സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പോകുന്ന കൊടുത്തതിലേക്ക് ഇനിയും കൊടുക്കുന്ന മക്കൾ, നിങ്ങളൊരു രോഗിയായി ഒരു ഭാഗത്ത് കിടന്നാൽ, നിങ്ങൾ ഒന്നാമത് ഷുഗർ പേഷ്യൻ്റാണ്, നിങ്ങളെ നോക്കാൻ വരുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് സത്യത്തിൽ ഇയാൾ ആലോചിക്കണത്. ഇയാൾ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കൂല. ഇയാൾ നാട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും തരികിട മരുന്നുകളോ അതല്ലെങ്കിൽ ആയുർവേദം എന്ന് പറഞ്ഞുകൊണ്ട് എന്തും കുപ്പിയിലാക്കി കൊടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരേക്കൊന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് കഴിക്കുക. അതുപോലെ തന്നെ ഈ മുളക് വെള്ളം കലക്കിയത്, ഇങ്ങനത്തെ എന്തൊക്കെയോ ആണ് കുടിക്കുക. അപ്പം ഞാൻ ഇയാളെ നന്നായിട്ട് ചീത്ത പറഞ്ഞു. ഞാൻ ചോദിച്ചത്, നിങ്ങളെ മകള് അല്ലെങ്കിൽ നിങ്ങളെ ഈ പെൺമക്കള് നിങ്ങളൊരു ഭാഗത്തായി കിടന്നാൽ എത്ര വട്ടം അവർക്ക് വന്നു നോക്കാൻ പറ്റും? എത്ര സമയം അവരൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടാകും? നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റാണ്, ഈ ഷുഗർ നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഈ ആരോഗ്യം നോക്കാതെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ നിത്യരോഗിയായി നാട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ആരുണ്ട്? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഇയാൾ ചിന്തിക്കണത്, ഞാൻ ചെയ്തതൊരു അബദ്ധമാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര എണ്ണം ശമ്പളം കിട്ടണം, അതിന് നിങ്ങൾക്ക് 100, 200, 300 ചിലവായാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അടുത്ത ശമ്പളത്തിൽ ആദ്യം നല്ലൊരു ഡോക്ടറെ പോയി കാണണം. അതിന് ചിലവ് എന്തോ ആകട്ടെ, നിങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നത് എത്ര ആകട്ടെ, ഇനി അയക്കുന്നത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നിങ്ങളുടെ ആരോഗ്യം നോക്കുക, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം മൂപ്പർക്ക് അല്പം ബോധം വെച്ചു, അതിൻ്റെ കാര്യങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകും. ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, ചിലത് സൂചനകളായിരിക്കും. ഇതൊക്കെ വരുമ്പോൾ അതൊരു ഗ്യാസാണെന്നോ അല്ലെങ്കിൽ അതൊരു താൽക്കാലികമാണെന്നോ ഒക്കെ കരുതിയിട്ട് ആരോഗ്യം നശിപ്പിക്കുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കരുത്. കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പലപ്പോഴും പ്രവാസികൾ മറന്നു പോകുന്ന ഒരു സാധനമാണ് സമയത്തിന് ഭക്ഷണം കഴിക്കുക.
സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചിട്ട് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് അത് നാട്ടിലേക്ക് അയച്ചിട്ട് പിന്നീട് നമ്മൾ നിത്യരോഗിയായിട്ട് നാട്ടിലേക്ക് ചെന്നിട്ട് എന്താണ് കാര്യം? ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരമുള്ളത്? ഇനി നാട്ടിലേക്ക് ഇങ്ങനെ നിത്യരോഗിയായി ചെന്നാൽ നമ്മളൊക്കെ നോക്കാൻ ആരുണ്ടാകുക? നമ്മളെ ഫാമിലിയൊക്കെ എത്ര കാലം നമ്മളൊക്കെ കൂടെ നിൽക്കും? ഇവർക്കൊക്കെ നിൽക്കണതിനൊരു കണക്കില്ലേ? എല്ലാവരും തിരക്കിൻ്റെ പിന്നിൽ ഓടുകയാണ്. അത് മക്കളായിക്കോട്ടെ, പേരമക്കളായിക്കോട്ടെ, ഇനി സ്വന്തം ഭാര്യ തന്നെ ആയിക്കോട്ടെ. എത്രയോ പ്രവാസികളെ ഭാര്യമാർ തള്ളിക്കളഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ തള്ളിക്കളയുന്നില്ലേ? ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും എപ്പോഴും ഉണ്ടാവില്ല. ഇനി ആ കാശും കഴിഞ്ഞിരിക്കുക എന്നാൽ ഒരാളുണ്ടാവില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൃദ്ധസദനത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ വരാന്തയിൽ പോലും കാർ പോർച്ചിൽ പോലും കിടക്കേണ്ട ഒരു അവസ്ഥ വരും. പ്രിയമുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം ഞാൻ ചർച്ചക്കെടുത്തത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊരു അസുഖമുണ്ടായാലും, അത് ചെറിയ വേദനകളാകട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും, അതിന് പ്രോപ്പറായ പരിശോധനയും പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റും എടുക്കുക, പ്രോപ്പറായ മരുന്നുകൾ കഴിക്കുക. അതുപോലെ തന്നെ നാട്ടിൽ ആവശ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇന്ന് നാട്ടിലെ പല ഹോസ്പിറ്റലുകളും ബില്ലുകൾ വളരെ വലിയ ബില്ലുകളാണ്. ഒരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ്. ഒരുപക്ഷെ ചില ചികിത്സകൾ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അവിടെയൊക്കെ വരുന്ന ബില്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ബില്ലുകളാണ്. ഇത് താങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഒരു പ്രോപ്പറായ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവ രീതിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്